ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് തിരുവനന്തപുരംകാരുടെ ബോളിയും അവരുടെ സദ്യകളിൽ വിളമ്പുന്ന ബോളിയും പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല തിന്നായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അവർ പ്രത്യേകിച്ച് എല്ലാ സദ്യകൾക്കും അവർക്കിത് വേണം. ബോളിയും പായസവും ഇതവർക്ക് സദ്യകളിൽ അവർക്കത് വേണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് കടലപ്പരിപ്പ് നല്ലപോലെ കഴുകി കുതിർത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വേവിക്കണം. അതിലേക്ക് കുറച്ച് സാൾട്ടും കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പോളം മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സാൾട്ടും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി പരുവത്തിൽ പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് നല്ലെണ്ണ നല്ലപോലെ ഒന്ന് പകർന്നു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് 1 മണിക്കൂറോളം അടച്ചു വയ്ക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഒരു മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ ഈ കടലപ്പരിപ്പ് മാവ് മിക്സിയിലിട്ട് അരച്ചെടുത്ത മാവ്, പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടി ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്ത കടലമാവ് ഇതേപോലെ കൈവെള്ളം വെച്ച് ബാൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അടച്ചു വച്ചിരിക്കുന്ന മൈദ മാവ് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ മൈദ മാവ് കുറച്ചെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് തന്നെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഓരോ ബാൾസും അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് മൊത്തം ഒന്ന് കവർ ചെയ്യണേ. കവർ ചെയ്തതിന് ശേഷം ബാലൻസ് മാവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം. റൊട്ടിപ്പലകിൽ നമുക്കിതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. പൊടിയും കൂടി ഇടണേ. പൊടി ഇട്ടിട്ട് വേണം പരത്താൻ. പാനിലേക്ക് ഇട്ടതിന് ശേഷം ഗീ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ബോളി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി തിന്നായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ബോളിയും പായസവും റെഡിയായിട്ടുണ്ട്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.